നിങ്ങളിൽ പലരും പലപ്പോഴായിട്ട് നമ്മളെ പഴയ വീഡിയോയുടെ താഴെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രൊഫൈൽ ബ്ലോക്കിംഗ് തുടങ്ങിയോ? അതായത് നമ്മൾക്ക് PSCയുടെ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ മുന്നേ 2 എക്സാം 3 എക്സാം എഴുതിയില്ല. അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയണ്ടേ, അത് പ്രൊഫൈൽ ബ്ലോക്കിംഗ് തുടങ്ങി. നമ്മൾ മുന്നത്തെ പഴയ വീഡിയോയുടെ താഴെ പല രീതിയിൽ എന്നാ പ്രൊഫൈൽ ബ്ലോക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ കട്ടിങ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 പരീക്ഷകൾ എഴുതാതെ ഏതാ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്യുമോ? കൺഫർമേഷൻ നൽകിയിട്ടും പലരും പരീക്ഷയ്ക്ക് എത്തുന്നില്ല. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിങ്ങൾ എക്സാം ഹാളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പലരും എക്സാം എഴുതാതെ ഉണ്ടാവും. കാരണം വെച്ചാൽ 50% അല്ലെങ്കിൽ 65% അല്ലെങ്കിൽ 70%. അത്രയൊക്കെയാണ് അറ്റൻഡൻസ് പെർസെന്റേജ് കാണുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അവിടെ എക്സാം എഴുതാൻ വേണ്ടി പോകണം. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി കാരണമാണ് നിങ്ങൾ അവിടെ എക്സാം എഴുതാതിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം എന്തെങ്കിലും അടുത്ത ബന്ധുവിന്റെ മാരേജ് അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് UPSCയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാം, ഇപ്പൊ SSC ആണെങ്കിൽ അവരുടെയൊക്കെ എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റെയിൽവേയുടെ എക്സാം ഉണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിലോ, അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ ഇഷ്യൂസോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഡ്മിഷൻ ഹോസ്പിറ്റൽ അഡ്മിറ്റ് കേസാവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ആ ഒരു എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളുടെ PSCയുടെ ഓഫീസിലേക്ക് കൃത്യമായിട്ട് അവിടെ മെയിൽ അയക്കുക ആ ഒരു ഡോക്യുമെന്റ്. അതായത് നിങ്ങൾ അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ്, നിങ്ങളുടെ എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ്, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പോവാത്തതെന്ന് എല്ലാവരും സ്പെസിഫൈ ചെയ്യാം. ഓക്കെ. പിന്നെ ആ ഒരു സ്പെസിഫൈ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ഹോസ്പിറ്റൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ആ കൃത്യമായിട്ട് അതിന്റെ ഒരു രേഖ ഉണ്ടാവുമല്ലോ. ഐ മീൻ ആ ഒരു ഹോസ്പിറ്റൽ നിങ്ങൾ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് സമ്മറിയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഒക്കെ കൃത്യമായിട്ട് അയച്ചിട്ട് ജസ്റ്റ് അവർക്ക് മെയിൽ അയച്ചു വെക്കാം. ഇന്ന കാരണം കൊണ്ടാണ് എക്സാം എഴുതാതിരുന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ എന്തെങ്കിലും ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് അവരവിടെ ബ്ലോക്ക് ചെയ്യാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ടാവും എന്തുകൊണ്ട് എക്സാം എഴുതാത്ത. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ന പോലെ ജെന്യൂൻ റീസൺ കൊണ്ടാണ് എക്സാം എഴുതാൻ വേണ്ടി പറ്റാഞ്ഞത്. അത് കൃത്യമായിട്ട് മെയിൽ അയച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കൃത്യമായിട്ട് അവിടെ സ്ഥാപിക്കാൻ വേണ്ടി വരുന്നുണ്ടാവും. ഓക്കെ. കാരണം വെച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. അതായത് എഴുതാത്തവർക്ക് കൃത്യമായിട്ട് ഈ രേഖകള്, ഹാൾ ടിക്കറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ മെമ്മോ, ആ കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാലും PSC എപ്പോഴെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാവുന്ന പോലെ ഞാൻ ഇങ്ങനെ മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇന്നപോലെ എമർജൻസി ഉള്ളതുകൊണ്ടാണ് എക്സാം എഴുതാത്തത് എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതുവരെ ഇതിൽ അങ്ങനെ രണ്ടിലധികം പ്രൊഫൈൽ എഴുതാത്തവരുടെ ബ്ലോക്ക് ചെയ്യാനുള്ള തീരുമാനം PSC നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. പക്ഷെ പലരും പറയുന്നത് കേട്ടു. നമ്മള് വീഡിയോയുടെ താഴെ കമന്റ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പ്രൊഫൈൽ ബ്ലോക്ക് ആക്കി തുടങ്ങി. അതുകൂടാണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാണ്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാണ്ട് പറ്റുന്നില്ല. അതൊക്കെ എന്തെങ്കിലും ടെക്നിക്കൽ എററോ കാര്യങ്ങളോ ആയിരിക്കും ഉണ്ടാവും. അല്ലാതെ ഇതുവരെ അങ്ങനെ PSC പ്രൊഫൈൽ ബ്ലോക്കിങ്ങിലേക്ക് പോയിട്ടില്ല. അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. പ്രൊഫൈൽ ബ്ലോക്കിങ്ങിലേക്ക് പോകുന്നുണ്ടാവും. കാരണം വെച്ചാൽ അവിടെ എന്താ പറയണ്ടേ, അറ്റൻഡൻസ് ഭയങ്കര കുറവാണല്ലോ. എക്സാം അറ്റൻഡൻസ് വളരെ വളരെ കുറവാണ്. അപ്പോ ഭാവിയിൽ എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. അപ്പോ നിങ്ങൾ നിങ്ങളെ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവിടെ എക്സാം എഴുതുക. ഓക്കെ. കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് അവിടെ എക്സാം എഴുതുക. ഓക്കെ. അങ്ങനെ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഇത് കാരണം കുറെ നഷ്ടം PSCക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ താഴെ കുറെ പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഇത് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന്റെ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. താങ്ക് യു.